ചിരിക്കുന്നുണ്ടാ? കരയണ മക്കളെ കരയണതിന് ഞാൻ കരയോ ചിരിക്കും ചെയ്തിട്ട് അച്ഛനെന്ത് പോട്ടറാ, നീ അറിയാതെ എഴുതിയല്ലേ. ഞാൻ നിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാ? അത് വിട്, വേണ്ടേ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ അവിടെ കിടന്ന് വിളിക്കാനില്ലായിരുന്നാ? അച്ഛനറിയാം നിനക്ക് വിഷമമുണ്ടെന്ന്, അതല്ല അവിടെ കിടന്ന് വിളിച്ചത്, നീ കേട്ടില്ലല്ലോ. ഞാൻ അല്ലാതെ എഴുതിയെന്ന് എത്രയോടെ പറഞ്ഞാ. ഇവ കരയണ കരയുന്നു. അയ്യയ്യേ ഡാ നിത്രോളാ കേശുവേ, നിനക്ക് മനസ്സിൽ തോന്നിയത് നീ എഴുതി, അതിനെന്താ കുഴപ്പം? നീ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാലാണ് തെറ്റ്. ഇത് കുഴപ്പമില്ല. അല്ല അതൊക്കെ ശരിയാണ്, പക്ഷെ നീ എഴുതിയ പോലെ പ്രവർത്തിക്കരുത്. ഒന്നും രണ്ടും ഉമ്മയൊന്നുമല്ല, 1000 ഉമ്മകളാണ്. എടാ നീ വലിയ ചെറുക്കനാ, ഇങ്ങനെ നടന്ന് കരയല്ലേ? എല്ലാ തോന്നിയ ദിവസങ്ങൾ എഴുതി വെച്ചിട്ടില്ല തെറി നമുക്ക്. അത് കൊള്ളാം. ഞാൻ എഴുതിയില്ല, അത് ഞാനല്ല എഴുതിയെന്ന്. മക്കൾ എഴുതൂല, പിന്നെ നേരത്തെ എഴുതിയെന്ന് പറഞ്ഞതാ. അച്ഛാ അത് ഞാൻ തന്നെ എഴുതി, പക്ഷെ ലാസ്റ്റ് ഉമ്മ എഴുതിയത് ഞാൻ അല്ല. അല്ല അച്ഛാ, ഞാൻ അത്രക്കാരനല്ല, ഞാൻ അങ്ങനെ എഴുതൂല. നിർത്തണതിന്റെ കരച്ചില്. നീയൊക്കെ ഇത്രേ ഉള്ളു, ഒരു മുണ്ട കൊടുത്ത് പുരുഷൻ വന്നേക്കുന്നു. ഇപ്പൊ മനസ്സിലായടാ, മൂത്തവര് എന്തൊക്കെ പറഞ്ഞാലും മൂത്തവരാണെന്ന്. നമ്മ രണ്ടുപേരും കൂടിയേ 1000 ഉമ്മ അതിനകത്ത് എഴുതി ചേർത്തപ്പോ കരച്ചില് നോക്ക്, കരച്ചില്. എടാ വിഷ്ണു, യെസ്, 1000 ഉമ്മ ഞങ്ങളുടെ വകയുള്ള സംഭാവനയായിരുന്നു. ഞാൻ അപ്പോഴേ വിചാരിച്ചു എന്റെ കൊച്ചു അങ്ങനെ ചെയ്യില്ലെന്ന്. പക്ഷെ എനിക്ക് ലച്ചുള്ള സംശയം ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളൊക്കെ കാണിക്കണമെങ്കിൽ ഒരേ ഒരാളെ അങ്ങനെയൊക്കെ കാണിക്കുള്ളൂ. ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കുക, പാര വെക്കുക, ഇങ്ങനത്തെ ഉടായ്പ കാണിക്കുക ഒറ്റ ഒരാളേ ഇവിടെ. ലച്ചു നീ തന്നെ ലവ് ലെറ്റർ എഴുതിയത് അവൻ. ഉമ്മ എഴുതി മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. അപ്പൊ അവൻ എഴുതിയ ലവ് ലെറ്റർ അല്ല, അതെന്താ ഉടായ്പ പരിപാടി അല്ലേ? തീർത്തു പറയാൻ പറ്റൂല. എന്റെ കൊച്ചിന്റെ ഭാഷ ഉണ്ടാ, എന്തൊരു ഒഴുക്ക്, എന്തൊരു സർഗാത്മകത അല്ലേ? അപ്പൊ രണ്ടുപേരോട് എനിക്കിട്ട് പണിയായിരുന്നല്ലേ? ശരി, അപ്പൊ ഞാൻ ഈ കത്തെടുത്ത് ഞാൻ നോക്കാതെ ആ മാളവിക്ക് കൊണ്ട് കൊടുത്തായിരുന്നെങ്കിൽ അവള് നിന്റെ ചെങ്ങളെ 2 പൊത്ത് പൊത്തിയായിരുന്നു. അപ്പൊ എങ്ങനെയാ എന്തെങ്ങനെയാന്ന് എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്താന്നടി ഓരോ ഇനങ്ങള് ഓരോന്ന് ജനിക്കുമ്പോഴും ഞാൻ പറയും മതീന്ന്. അപ്പൊ നിങ്ങൾക്കല്ലായിരുന്നു ആർത്തി മക്കൾ കൂടുതൽ വേണമെന്ന്. അനുഭവിച്ചു.